എന്റെ പുനർനവ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം. എല്ലാ മാസവും 2-ാം ശനിയാഴ്ച നമ്മുടെ ഈ പുനർനവ സൂം വേദിയിൽ നടത്തപ്പെടുന്ന സാന്ദ്രലയം എന്ന പരിപാടിയിൽ ഇന്ന് ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളാണ് നടക്കുന്നത്. ഈ പരിപാടി നമ്മുടെ ഇടയിലുള്ള ഈ സ്നേഹത്തെ ഊട്ടിയുറപ്പിക്കുവാനും സൗഹൃദം പങ്കിടുവാനുമുള്ള ഒരു വേദിയായി തീർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ജേക്കബ് സാർ തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും മുന്നോട്ട് വന്ന് ഇങ്ങനെ ഒരു പരിപാടിക്ക് നേതൃത്വം നൽകുന്നതിന് അഭിനന്ദിക്കാതെ ഇരിക്കാൻ സാധിക്കുന്നില്ല. ഇന്ന് ഇത് നമ്മുടെ 3-ാമത്തെ സാന്ദ്രലയം മീറ്റിംഗ് ആണ്. ആദ്യത്തെ 2 പ്രോഗ്രാമുകളും അതിഗംഭീരമായി സമയക്ലിപ്തതയോടെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് നടത്തുവാൻ കഴിഞ്ഞ നമ്മുടെ ജേക്കബ് സാറിനെ ഞാൻ എൻ്റെ പേരിലും എൻ്റെ കുടുംബാംഗങ്ങളുടെ ഗ്രൂപ്പിലെ കുടുംബാംഗങ്ങളുടെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പ്രയർ സോങ് ആലപിച്ച ലൂസിയാമ്മ ചേച്ചിക്ക് ഞാൻ പ്രത്യേക സ്വാഗതം അരുളുകയാണ്. ഇനി ക്രിസ്മസ് ന്യൂ ഇയർ മെസ്സേജ് തരുന്ന നമ്മുടെ യോഗ ഗുരുവും പ്രത്യേക ഒരു സാഹചര്യത്തിൽ നമുക്ക് യോഗ ഇൻസ്ട്രക്ടർ ഇല്ലാതിരുന്ന സമയത്ത് നമ്മുടെ രക്ഷകനായി എത്തിച്ചേർന്ന സുരേഷ് സാറിന് ഈ വേദിയിലേക്ക് നമ്മുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. ക്രിസ്മസ് ഗാനം ആലപിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന നമ്മുടെ സൂപ്പർ സ്റ്റാർ അരുൺജിക്കും ഞാൻ സ്വാഗതം അരുളുന്നു. അതുപോലെ കഥ അവതരിപ്പിക്കുവാനായി വന്ന അമ്പു എന്നറിയപ്പെടുന്ന അംബികാജിക്ക് ഞാൻ സ്വാഗതം അരുളുന്നു. അതുപോലെ കവിത ചൊല്ലുവാനായിട്ട് വന്ന എൻ്റെ കൂട്ടുകാരി അനുക്കുട്ടി എന്നറിയപ്പെടുന്ന അനിത ഹരികൃഷ്ണനെയും ഒരു നമ്മളെ കുളിര് കോഴിപ്പിക്കുന്ന ഗാനം ആലപിക്കാനായി തയ്യാറായി നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരി നിസ എന്ന ജഫർ നിസയെയും കഥ പറയാനായി തയ്യാറായി വന്ന നമ്മുടെ സകലകലാ വല്ലഭനായ മോഹൻദാസ് സാറിനെയും ക്രിസ്മസ് ഗാനം ആലപിക്കാനായി വന്ന നമ്മുടെ എല്ലാം സ്വന്തം രവിയേട്ടനെയും മറ്റൊരു കഥയുമായി എത്തുന്ന നമ്മുടെ മൊഞ്ചുള്ള ഹമീദക്കുട്ടിയെയും നമ്മളെയെല്ലാം ഇംഗ്ലീഷ് പഠിപ്പിച്ചേ അടങ്ങൂ എന്ന ദൃഢനിശ്ചയമായി വന്ന ഈ ന്യൂ ഇയറിൽ വന്ന കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സുമായിട്ട് വരുന്ന നമ്മുടെ സുന്ദരിക്കുട്ടി റോസി ടീച്ചറിനെയും എൻ്റെ പേരിലും ഇവിടെയുള്ള എല്ലാവരുടെയും പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രോഗ്രാമിന്റെ അവസാന ഘട്ടത്തിൽ വോട്ട് ഓഫ് താങ്ക്സ് പറയാനെത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗാനഗോകുലം, നർത്തകി, കോമഡി ആർട്ടിസ്റ്റ്, അങ്ങനെ ഏതു കാര്യത്തിലും തന്നെ തോൽപ്പിക്കാൻ ആരുമില്ല എന്ന തലയെടുപ്പോടി നിൽക്കാൻ സാധിക്കുന്ന എൻ്റെ സ്വന്തം ഗീതയേച്ചിയെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതിലുപരി ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സന്തോഷത്തിൻ്റെയും ഒരിക്കൽ കൂടി എല്ലാ പേർക്കും നന്മകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സിന്ധു ജയൻ. നല്ല ഒരു സ്വാഗത പ്രസംഗമായിരുന്നു. നമുക്ക് കേൾക്കുന്നില്ല സാർ, കേൾക്കുന്നില്ലല്ലോ. സാറ് പോയോ? കേൾക്കാവോ? വീണ്ടും കേൾക്കാം. നെറ്റിന്റെ ശകലം പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. കേൾക്കാമല്ലോ. ആണോ? അപ്പൊ നമ്മുടെ ഈ മാസത്തെ സാന്ദ്രലയം നമ്മളൊരു ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷങ്ങളുമായി ചേർന്ന് നടത്താൻ തീരുമാനിച്ചതാണല്ലോ. ക്രിസ്മസ് എല്ലാവരും ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ്. ക്രിസ്മസ് ഒരു സ്നേഹത്തിന്റെ, വിനയത്തിന്റെ, ക്ഷമയുടെ, പങ്കിടലിന്റെ ഒരു ഉത്സവമാണ്. യേശുവിന്റെ ജന്മദിനം. യേശു ജനിച്ചത് ശരിക്കും
കൊട്ടാരത്തിലല്ല, മറിച്ച് ഒരു പശുത്തൊഴുത്തിൽ. അത് തന്നെ കാണിക്കുന്നത് മനുഷ്യന്റെ സമ്പത്തിലോ പദവിയിലോ ഒന്നുമല്ല, മനുഷ്യന്റെ ഹൃദയത്തിലെ സ്നേഹത്തിലാണ് ഈ കുടുംബം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോ കുടുംബ ബന്ധങ്ങളൊക്കെ ശിഥിലമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ ആ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുന്നതിലൂടെ, അവരെ ഒരുമിക്കുന്നതിലൂടെ സ്നേഹവും സന്തോഷവും വളരുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ ചിലപ്പോൾ കുടുംബത്തിൽ പരസ്പരം പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഈ പരസ്പരം സ്നേഹം പങ്കിടുന്നതിലൂടെ അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുന്നതിലൂടെ നമുക്ക് ഒരു കൂട്ടായ്മയിലോ എത്തിച്ചേർന്ന് പരസ്പരം കൂടുതൽ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും അന്തരീക്ഷമാണ് അവിടെ വരുന്നത്. ഇപ്പോ നമ്മള് ഇവിടെ സാന്ദ്രലയം എന്ന പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. നമ്മുടെ കലാവാസനകളെ പങ്കുവയ്ക്കാനും ആ പങ്കിടലിലൂടെ ഒരു ഷെയറിങ്ങിന്റെ അനുഭവം സൃഷ്ടിക്കാനും നമുക്ക് കഴിയുന്നുണ്ട്. ഒരു കല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാളിന്റെ ഒരു കലാപ്രകടനം ഒരു പൊതു സമക്ഷത്ത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു കുടുംബത്തില് നമ്മൾ അവതരിപ്പോ അത് മറ്റൊരാളിന്റെ മനസ്സിലേക്ക് ഒരു സ്നേഹവാതില്, അതായത് ഒരു പാട്ട് പാടുമ്പോൾ, അല്ലെങ്കിൽ ഒരു കഥ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കവിത പറയുമ്പോൾ, അത് പറയുന്ന വാക്കുകളിലല്ല, നമ്മുടെ മനസ്സിന്റെ ഉള്ളറയിലെ അനുഭവങ്ങളാണ് അവയെ അത് നമുക്ക് കേൾക്കുമ്പോഴും അത് കാണുമ്പോഴും ഒക്കെ അത് സ്വന്തം അനുഭവങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ഷെയറിങ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സാന്ദ്രലയത്തിൽ നമ്മുടെ വയസ്സിന്റെയും നമ്മുടെ തലമുറകളുടെയും ഒക്കെ വ്യത്യാസങ്ങൾ ഇല്ലാതാക്കി നമ്മളെ ഒരുമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ എല്ലാവരും പങ്കാളികളാവുമ്പോഴാണ് അത് പ്രൗഢവും ഗംഭീരവുമാകുന്നത്. അങ്ങനെ നമ്മൾ എല്ലാവരെയും പങ്കാളികളാകാനും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമായ ഒരു എന്താ നൂലായി നെറ്റ് പ്രോബ്ലം വരുന്നു സാറേ, കേൾക്കാൻ പറ്റുന്നില്ല. എല്ലാവർക്കും നല്ല ഒരു ക്രിസ്മസും ഈ 2026 എല്ലാവരുടെയും ജീവിതത്തിൽ സമൃദ്ധിയും ആരോഗ്യവുമുള്ള സ്നേഹത്തിന്റെയും പങ്കിടലിന്റെയും കൂടുതൽ ഇഴയെടുപ്പമുള്ള ഒരു കേന്ദ്രമായി നമ്മുടെ ഈ പുനർനവ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് വിടവാങ്ങുന്നു. വളരെ ആദരവോടെ ഇന്നത്തെ ഇതിലെ മുഖ്യ സന്ദേശം, ക്രിസ്മസ് ന്യൂ ഇയർ സന്ദേശം നൽകാനായിട്ട് നമ്മുടെ ആദരണീയനായ ഗുരുനാഥനായ സുരേഷ് സാറിനെ വളരെ ബഹുമാന പുരസ്സരം ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കാമായിരുന്നോ? കേൾക്കാമോ? കേൾക്കുന്നുണ്ടായിരുന്നു. ഓക്കെ സാർ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഞാൻ ഷോപ്പിലാണ്, പോയിട്ടില്ല. ഇപ്പോഴും തിരക്കാണ്. ഇപ്പൊ ഞാൻ ഷട്ടർ ഇട്ട്. അപ്പോ നമ്മുടെ ഈ സുദിനത്തില് സാന്ദ്രലയം പ്രോഗ്രാമിന്റെ എല്ലാ മാസവും നമ്മൾ നടത്താറുള്ള പ്രോഗ്രാമില് എല്ലാവർക്കും എൻ്റെ ആശംസകള് നേരുകയാണ്. നമുക്കറിയാം, നമ്മൾ 2 കാര്യങ്ങളിലാണ് നമ്മൾ ഇത് ചെയ്യുന്ന. ഒന്ന് ക്രിസ്മസും അതുപോലെ തന്നെ ന്യൂ ഇയറും ചേർന്നുകൊണ്ടുള്ള പ്രോഗ്രാമാണ് ഇന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതില് ഇതിന്റെ സന്ദേശം എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആ ഫീൽഡിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് ആരോഗ്യം,
നമുക്ക് ലഭിക്കുന്നതിനെ സംബന്ധിച്ചും അത് ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള ഒരു അവബോധം ആളുകളിലേക്ക് എത്തിക്കുന്നതിനും അത് ബോധവാന്മാരാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ പൊതുവില് നമുക്ക് അത്തരത്തിലുള്ള ഒരു ചലനങ്ങള് മാറ്റങ്ങള് വരുന്നതായിട്ട് ഞാൻ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് സാധാരണ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം എന്ന് പറയുമ്പോഴത്തേക്കും 70% നമ്മള് ഭക്ഷണത്തിൽ കൂടിയാണ് നമുക്ക് ആരോഗ്യം നമുക്ക് ലഭിക്കുന്നതെങ്കിൽ 30%മാണ് നമുക്ക് വ്യായാമത്തിലൂടെ നമുക്ക് ആരോഗ്യത്തിലേക്ക് നമ്മൾ വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് ആഹാരത്തെ സംബന്ധിച്ചാണ്. നമുക്കറിയാം ഈ കാലഘട്ടത്തില് നമ്മള് ക്രിസ്മസും അതുപോലെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആഘോഷിക്കുന്ന അവസരത്തില് നമ്മൾ പലതരത്തിലുള്ള പ്രചരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് നമ്മള് മുഖ്യമായിട്ടും കേക്ക് മുറിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ കേക്കിന് പകരമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട്. കേക്കിന് പകരമായിട്ട് നമ്മള് ഫ്രൂട്ട്സ് മുറിക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണം വന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു നല്ലൊരു സൈനായിട്ട് വേണം പറയാൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ആഹാരത്തിന്റെ കാര്യത്തിൽ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു പ്രചരണം നമുക്ക് വരുന്നുണ്ട്. കേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളതില് 2 സാധനങ്ങള് നമുക്ക് വെളുത്ത 2 വിഷങ്ങൾ അതിൽ അടങ്ങുന്നുണ്ട്. അതിലൊന്ന് പഞ്ചസാരയാണ്. ഞാൻ എപ്പോഴും അത് പറയാറുണ്ട്, പഞ്ചസാര അതുപോലെ മൈദ. അതിന് ഞാൻ ഇത് ചെയ്ത് പറയുന്നതല്ല, പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളിത് മുന്നോട്ട് പോകാനെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കേക്കിനെ ഞാൻ തള്ളിക്കളയുന്നില്ല, പക്ഷെ അത് ഈ രീതിയിൽ നമ്മുടെ ആരോഗ്യത്തെയും കൂടി സംരക്ഷിക്കുന്ന തരത്തിൽ നമുക്കത് എങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയാണ്. അതാണ് എനിക്കിതില് ഏറ്റവും ഇതായിട്ട് അടിവരയിട്ട് പറയാനുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത്. ആഹാരത്തെ സംബന്ധിച്ച് വെളുത്ത വിഷങ്ങളിലെ 2 പ്രധാനപ്പെട്ട സംഗതികളിൽ നമ്മൾ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന രീതിയിലേക്ക് കേക്കല്ല, പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന രീതിയിലേക്ക് അത്തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാകേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പൊ എന്തുകൊണ്ടും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലും ലിമിറ്റേഷൻ കൊണ്ടുവരേണ്ടതുണ്ട്. 5 വിഷങ്ങളില് അടുത്ത 3 വിഷങ്ങൾ എന്ന് പറയുന്നത് പാല്, പച്ചരി, അതുപോലെ ഉപ്പ്, 3 വിഷങ്ങൾ. അത് നമ്മൾ കുറച്ച് ഉപയോഗിക്കാം നമുക്ക്, എന്നാലൊട്ട് കുറവ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് സഹായകരമായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അപ്പൊ എന്തുകൊണ്ടും ഈ സുദിനം ഇന്നത്തെ ഈ പ്രോഗ്രാമില് സാന്ദ്രയിലെയും പരിപാടിയില് എനിക്കൊരു അവസരം തന്നതിന് വളരെയേറെ നന്ദിയുണ്ട്. അതേപോലെ നമ്മൾ ഇത് കൂടുതൽ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തുനിയണം. അതേപോലെ നമ്മുടെ ഈ യോഗ പ്രോഗ്രാമുകള് എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ അതിൽ പങ്കെടുക്കുന്ന സ്ഥിതിയാണ് വരുന്നത്. എന്നാൽ എൻ്റെ ജോലിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ അതിൽ വളരെ സജീവമായിട്ടും തന്നെ മുന്നോട്ട് വരും എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആഹാരത്തിൽ തന്നെയാണ്. 70% നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബാക്കി 30% നമുക്ക് യോഗയിലൂടെ, അതുപോലെ തന്നെ യോഗയിലൂടെ നമുക്ക് ആരോഗ്യത്തിലേക്ക് വരാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ അവസരത്തില് എല്ലാവിധ ആശംസകളും ഈ പ്രോഗ്രാമിന് നേരുകയാണ്. എല്ലാവർക്കും എൻ്റെ
ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ സംസാരം ചുരുക്കിയാണ്. അപ്പൊ എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു. ഞങ്ങൾക്കൊരു നെറ്റിന്റെ ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. കേൾക്കുന്നില്ലായിരുന്നോ ഞാൻ പറഞ്ഞത്? എല്ലാം കേട്ടു സാറേ, എല്ലാം കേട്ടു, ഓക്കെ. കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം നെക്സ്റ്റ് പ്രോഗ്രാം സാറിന്റെ പിന്നെ ക്രിസ്മസ് ന്യൂ ഇയർ സന്ദേശത്തിന് ഒത്തിരി നന്ദിയുണ്ട്, വളരെ സന്തോഷമുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഇന്നത്തെ നമ്മുടെ അടുത്ത പ്രോഗ്രാം ശ്രീ അരുൺ ഗോപിനാഥിന്റെ ഒരു ക്രിസ്മസ് സോങ് ആണ്. പ്ലീസ് കം മിസ്റ്റർ അരുൺ ഗോപിനാഥ്. ഹലോ, ഗുഡ് ഈവനിങ് ആൾ. ഇവിടെ ശരിയല്ലേ? അരുൺ സാറിന്റെ മുഖം ശരിയായിട്ട് കാണുന്നില്ല കേട്ടോ. ഇവിടെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ പാട്ട്? യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൻ ഒരു ധനുമാസത്തിൻ കുളിരും രാപ്പാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരാ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാപ്പാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവി. താരക രാജകുമാരിയോടത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. ഇതെന്തല്ലേ ഇതെന്താ? സോറിടാ. മന്നവർ മൂവരും ദാവീദിൻ തുതനെ, മന്നവർ മൂവരും ദാവീദിൻ തുതനെ കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാദിദേവന്റെ പൊൻതിരുമേനി, ദേവാദിദേവന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും കാട്ടിൽ. താരക രാജകുമാരിയോടത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. ഒന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. താരകം തന്നെ നോക്കി ആട്ടിടയൻ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ദേവനിൻ തന്നിൽ വന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബത്ലഹേം തന്നിൽ വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി, രാജാതിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരക രാജകുമാരിയോടത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. താങ്ക് യു അരുൺ. നൈസ്, വളരെ നല്ല പാട്ട്. താങ്ക് യു. നമ്മുടെ ക്രിസ്മസുമായിട്ട് ലിറിക്സ് ആദ്യം എടുത്തത് എന്തോ ഫസ്റ്റ് 4 ലൈൻ മാത്രം ഉണ്ടായുള്ളൂ. പിന്നെ അടുത്ത ലിറിക്സ് ഫോണിൽ കൂടി എടുത്തത്. ഓക്കെ, അങ്ങനെ അടുത്ത പ്രോഗ്രാം ഒരു കഥയുമായി വരുന്നു നമ്മുടെ പ്രിയപ്പെട്ട അംബികാജി.
എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ക്രിസ്തുമസ് എന്നത് യേശുനാഥന്റെ ജനന ദിവസമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. യേശുനാഥന്റെ മാനവരോടുള്ള സ്നേഹമാണ് ആ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അതുപോലെ ഒരു സ്നേഹത്തിന്റെ കഥയാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഗുരു നിത്യ ചൈതന്യയുടെ യതിചരിതം എന്ന ആത്മകഥയിലെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. ഗുരു നിത്യ ചൈതന്യയതി ഒരു തത്വചിന്തകനായിരുന്നു. ജയചന്ദ്ര പണിക്കർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ശരിയായ പേര്. 1924 മുതൽ 1999 വരെ ജീവിച്ചിരുന്ന ഒരു മഹാത്മാവായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിന്റെ പിൻഗാമിയായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മകഥയിലെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. അന്ന് രാത്രി മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ കഴിച്ചുകൂട്ടി. വെളുപ്പിന് 6 മണിക്ക് ഊട്ടിക്കുള്ള ബസ് പോകും. 4:30 മണിയായപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു. പെട്ടി നിറയെ പുസ്തകങ്ങളാണ്. എടുത്തിട്ട് പൊങ്ങുന്നില്ല. അത്താഴം കഴിക്കാത്തത് കൊണ്ട് നല്ല ക്ഷീണമുണ്ട്. ഒരു ചുമട്ടുകാരൻ അടുത്തു വന്ന് സഹായിക്കാമെന്ന് എന്നോട് പറഞ്ഞു. അയാൾക്ക് 2 രൂപ വേണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഷ്ടിച്ച് ഒരു 12 വയസ്സുള്ള ഒരു കുട്ടി ഉറക്കച്ചടവോടെ അടുത്തു വന്ന് പറഞ്ഞു, സ്വാമി, ഞാൻ 1 രൂപയ്ക്ക് കൊണ്ടുതരാം. അത് കേട്ട ആദ്യത്തെ തടിയൻ പോർട്ടർ കുട്ടിയെ അടിക്കാൻ വന്നു. ഞാൻ അയാളെ കുട്ടിയിൽ നിന്നും തള്ളി മാറ്റി. കുട്ടിയുടെ സഹായത്തോടു കൂടി പെട്ടിയെടുത്ത് ഞാൻ എൻ്റെ തലയിൽ കയറ്റി. ടൈപ്പ്റൈറ്ററും വലിയ സഞ്ചിയും പെട്ടിയും കൂടി എടുക്കാൻ ഞാൻ വളരെ പ്രയാസപ്പെട്ടു. ഭാരമൊന്നും തലയിൽ വെച്ച് നല്ല ശീലമില്ലാത്തതുകൊണ്ട് കഴുത്ത് ഒടിഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നി. ഇതെല്ലാം എടുത്തുകൊണ്ട് ഒരു ഓവർബ്രിഡ്ജ് കയറി ഇറങ്ങുകയും വേണം. എൻ്റെ വിഷമം കണ്ട ആ ചെറിയ കുട്ടി വന്ന് പറഞ്ഞു, സ്വാമി, എൻ്റെ അടുത്ത് തരൂ. ഞാൻ എൻ്റെ സത്യം അവനോട് പറഞ്ഞു. കുഞ്ഞ്, എൻ്റെ അടുത്ത് കുറച്ച് രൂപയേ ഉള്ളൂ. ബാക്കി പണം ബസ്സിന് കൊടുക്കണം. അവൻ അത് മതിയെന്ന് സമ്മതിച്ചു. ഞാനൊരു തടിയൻ. എൻ്റെ കഴുത്ത് ഞെരിയുന്നു. അത്ര കനമുള്ള ആ പെട്ടി ഞാൻ എങ്ങനെ ആ കുട്ടിയുടെ തലയിൽ വെച്ച് കൊടുക്കും? അതും ചുമന്നുകൊണ്ട് ഒരു പടി പോലും കയറാൻ എന്നെ കൊണ്ട് സാധിക്കുകയില്ല. മനസ്സില്ലാ മനസ്സോടെ പെട്ടി ഞാൻ അവന്റെ തലയിൽ വെച്ചു കൊടുത്തു. പാവം കുട്ടി. അവൻ ഊഹിച്ചതിലും എത്രയോ അധികമായിരുന്നു ആ പെട്ടിയുടെ ഭാരം. അവന്റെ പിഞ്ച് കഴുത്ത് വിറയ്ക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ആ പെട്ടി തിരികെ വാങ്ങാൻ ശ്രമിച്ചു. അവൻ അത് കൂട്ടാക്കിയില്ല. ഓവർബ്രിഡ്ജ് കഴിഞ്ഞപ്പോൾ ടൈപ്പ്റൈറ്റർ കൂടെ അവൻ എടുത്തു കൊള്ളാമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഒഴിഞ്ഞു മാറിയെങ്കിലും അവസാനം അതും അവൻ കൈക്കലാക്കി. ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി ഞാൻ അവനെപ്പറ്റിയും അവൻ എന്നെപ്പറ്റിയും പലതും മനസ്സിലാക്കി. അവന് അമ്മ മാത്രമേയുള്ളൂ. അവർ രോഗിണിയായി ഏതോ ചേരിയിൽ കിടക്കുകയാണ്. ജോലി എടുക്കുവാൻ ശക്തിയില്ല. അവൻ ചുമട് ചുമന്ന് കിട്ടുന്ന കാശ് കൊണ്ട് വേണം 2 പേരും കഴിയുവാൻ. ഞാൻ വാല്യൂസ് മാസികയിൽ 6 ലക്കം തുടർച്ചയായി നടരാജ ഗുരു എഴുതിയ ഏകലോക സാമ്പത്തിക വ്യവസ്ഥിതിയുടെ കരട് പത്രിക പ്രസിദ്ധപ്പെടുത്തിയിട്ട് വരുന്ന വഴിയാണ്. ആഡം സ്മിത്തും കാറൽ മാർക്സും ലെനിനും ഗാന്ധിയും എല്ലാം പറഞ്ഞിട്ടുള്ള തത്വങ്ങൾ എൻ്റെ ബുദ്ധിയിൽ പേനിഴയുന്നത് പോലെ ഇഴഞ്ഞു നടക്കുവാൻ തുടങ്ങി. ബസവപ്പൻ എന്ന ആ പിഞ്ചു കുഞ്ഞിന്റെ ചുമലിൽ ഒരു വലിയ പെട്ടിയും കയറ്റി വെച്ചുകൊണ്ട് ജീവകാരുണ്യത്തെപ്പറ്റി ചിന്തിക്കുന്ന എനിക്ക് എന്നോട് തന്നെ വല്ലാത്ത വെറുപ്പ് തോന്നി. റൂസോയും റസ്കിനും വിക്ടർ ഹ്യൂഗോയുമെല്ലാം എന്നെ പരിഹാസത്തോടുകൂടി ഉറ്റുനോക്കുന്നത് പോലെ തോന്നി. അരുളുള്ളവനാണ് ജീവി എന്ന ശ്രീനാരായണ ഗുരു മന്ത്രം എന്നും ഉരുവിട്ട് നടക്കുന്നവനാണ് ഞാൻ. എനിക്ക് എന്നിൽ നിന്ന് തന്നെ ഓടി ഒളിക്കണമെന്ന് തോന്നി. എൻ്റെ ജീവിത ദർശനം എല്ലാം അവന്റെ ദയാവായ്പിന് മുന്നിൽ അപഹാസ്യമായി തീർന്നു. ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി. അവന് ഞാൻ എൻ്റെ കൈവശം മിച്ചമുണ്ടായിരുന്ന രൂപ എടുത്ത് നീട്ടി. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സ്വാമി, വരൂ, നമുക്കൊരു ചായ കഴിക്കാം.
ഞാൻ അങ്ങനെ ചായ കഴിക്കും, ബസ് ടിക്കറ്റ് വാങ്ങണ്ടേ, ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ചായ വാങ്ങിത്തരാം, നിങ്ങൾക്ക് അധിക നേരം ബസ്സിലിരിക്കേണ്ടതല്ലേ എന്നായി ബസവപ്പൻ. എനിക്ക് വ്യസനവും ലജ്ജയും തോന്നി. വേണ്ട ബസവപ്പ. അവന്റെ മുഖം വളരെ ദയനീയമായി മാറി. അവൻ എന്റെ കണ്ണുകളിൽ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു, ഞാൻ ഒരു ചുമട്ടുകാരൻ പയ്യൻ, പാവമായതുകൊണ്ടാണോ സ്വാമി എന്റെ ചായ വേണ്ട എന്ന് പറയുന്നത്? അവന്റെ മുഖത്ത് വേദനയും അപമാന ഭീതിയും തിരസ്കരണത്തിന്റെ ദുഃഖവും വ്യക്തമായി കാണാമായിരുന്നു. വാസ്തവത്തിൽ ആരാണ് ദരിദ്രൻ? എന്റെ കണ്ണു നിറഞ്ഞു, കണ്ഠമിടറി. ഞാൻ ഒന്നും പറയാതെ അവന്റെ കൂടെ ബസ് സ്റ്റാൻഡിലെ ചായക്കടയിൽ കയറി ഒരു സ്റ്റൂളിലിരുന്നു. അവൻ സുപ്രസന്നനായി വിളമ്പുകാരനോട് പറഞ്ഞു, 2 മസാല ദോശ, വട, കാപ്പി. ഒരിക്കലും ഇങ്ങനെയൊരു നിസ്സഹായത ഞാൻ അനുഭവിച്ചിട്ടില്ല. ബസവപ്പന്റെ സന്തോഷം കണ്ടപ്പോൾ ഒന്നും പറയാതെ അവൻ വാങ്ങിത്തന്നതെല്ലാം കഴിച്ചു. പേൺ ഹില്ലിൽ എത്തിയതിന് ശേഷം അവന് കുറച്ച് പണം അയച്ചു കൊടുക്കാമെന്ന് ഞാൻ സമാധാനിച്ചു. ബസ്സിൽ കയറുന്നതിന് മുൻപ് ഞാൻ ബസവപ്പനോട് അവന്റെ മേൽവിലാസം ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് എഴുത്തും വായനയും അറിഞ്ഞുകൂടാ സ്വാമി, വീടുമില്ല, അമ്മ ചേരിയിൽ കിടന്നുറങ്ങുന്നു, എനിക്ക് എഴുത്തൊന്നും വേണ്ട സ്വാമി. അല്ല, പണം അയക്കാം എന്ന് പറയാൻ എന്റെ നാവ് പൊങ്ങിയില്ല. വണ്ടി വിടുന്നത് വരെ അവൻ ജീവിത സാഫല്യം ലഭിച്ച സന്തോഷത്തോടുകൂടി അവിടെ നിന്നു. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഇന്നും മൈസൂർ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും വരുമ്പോൾ എന്റെ കണ്ണുകൾ അവിടെയെല്ലാം ബസവപ്പനെ തേടി നടന്നു. അവനെ ഓർത്ത് ഞാൻ പലപ്പോഴും ചുമട്ടുകാർ കുട്ടികൾക്ക് അവർ ചോദിക്കുന്നതിൽ അധികം പണം കൊടുക്കുമായിരുന്നു. അവർ ചോദിക്കാതെ തന്നെ അവരെ ചായക്കടയിൽ കൊണ്ടുപോയി ചായയും പലഹാരവും വാങ്ങിക്കൊടുക്കും. എന്നാലും മനസ്സിൽ നിന്നും ബസവപ്പനോടുള്ള കടപ്പാട് നിറവേറ്റപ്പെടാതെ ഒരു ശൂന്യതയായി അവശേഷിക്കുന്നു. ഒരിക്കലും ചെമ്പുതുട്ടുകൾ കൊണ്ട് തീർക്കാനാവാത്ത ഒരു സ്വർണ്ണ നാണയമാണ് അവന്റെ ഓർമ്മ. ഇത്രയുള്ളൂ കഥ. അപ്പൊ കുഞ്ഞു കഥയിലൂടെ ബസവപ്പ ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത ഒരു കവിതയുമായി വരുന്നു നമ്മുടെ പ്രിയ അനിത ഹരികൃഷ്ണൻ. എല്ലാവർക്കും നമസ്കാരം. വത്സൻ മാഷ് രചനയും സംഗീതവും രചിച്ച മധുമഴ എന്നൊരു കവിതാ സമാഹാരത്തിൽ നിന്നുള്ള കവിതയാണ്. എല്ലാവരും കേട്ട് കാണും. ലളിതഗാനമായിട്ടും ആൽബമായിട്ടും ഒക്കെ പാടാറുള്ളതാണ് ഈ പാട്ട്. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, ഒഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ, ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ, ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ, അന്നു ദേവതമാർ ചൂടിത്തന്ന പൂ മറന്നുവോ. ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ, അന്നു ദേവതമാർ ചൂടിത്തന്ന പൂ മറന്നുവോ. ദേവദൂതുമായി വന്നെന്റെ സ്വപ്നമേ, ദേവലോകമിന്നെനിക്കു നഷ്ടസ്വർഗമോ. ദേവദൂതുമായി വന്നെന്റെ സ്വപ്നമേ, ദേവലോകമിന്നെനിക്കു നഷ്ടസ്വർഗമോ. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, ഒഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ, ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. മഞ്ഞലയിൽ മുങ്ങി നിന്ന തിങ്കളല്ലയോ,
അന്നു തമ്പുരുവിൽ തങ്ങി നിന്ന കാവ്യമല്ലയോ, മഞ്ഞലയിൽ മുങ്ങി നിന്ന തിങ്കളല്ലയോ, അന്നു തമ്പുരുവിൽ തങ്ങി നിന്നു. കരളിനുള്ളിൽ ഊറി നിന്നൊരെന്റെ രാഗമേ, കരയരുതേ എന്നെയോർത്തു തേങ്ങരുതേ നീ. കരളിനുള്ളിൽ ഊറി നിന്നൊരെന്റെ രാഗമേ, കരയരുതേ എന്നെയോർത്തു തേങ്ങരുതേ നീ. കഴിഞ്ഞുപോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞുപോയ രാഗം കടലിനക്കരെ, ഓർമ്മകളെ നിന്നെയോർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. ഓർമ്മകളെ നിന്നെയോർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. താങ്ക് യു. പലപ്പോഴും കേട്ട പാട്ട്, എന്നാൽ ഇതുവരെ ഇത്രയും ശ്രദ്ധിച്ചത് കേട്ടില്ല. ഇപ്പോഴാണ് ആ പാട്ടിന്റെ അർത്ഥവും സൗന്ദര്യവും എല്ലാം ഞങ്ങൾ ആസ്വദിച്ചത്. താങ്ക് യു വെരി മച്ച്. അപ്പൊ അടുത്ത ഒരു മനോഹര ഗാനവുമായി വരുന്നു നമ്മുടെ പ്രിയ നിസാം. ഞാൻ ഇന്നൊരു ഡിവോഷണൽ മൂവി സോങ് ആണ് പാടുന്നത്. ക്രിസ്മസ്, നമ്മുടെ യേശുവായിട്ട് ബന്ധപ്പെട്ട ഒരു സോങ്. കേൾക്കാൻ പറ്റുന്നോ നല്ലപോലെ? വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ, കുരിശിൽ പൊളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനെ. വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ, കുരിശിൽ പൊളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനെ. വാതിൽ തുറക്കൂ നീ കാലമേ. അബ്രഹാം പുത്രനാം ഇസ്ഹാക്കിൻ വംശീയവല്ലിട്ട പൊൻപൂവേ, അബ്രഹാം പുത്രനാം ഇസ്ഹാക്കിൻ വംശീയവല്ലിട്ട പൊൻപൂവേ, കണ്ണീരിലായപ്പോൾ കൈ നീ തരേണമേ, കടലിനു മീതെ നടന്നവനേ. വാതിൽ തുറക്കൂ നീ കാലമേ. മരണസമയത്തന്മേ തളർന്നിടുമ്പോൾ അരികിൽ നീ വന്ന, മരണസമയത്തന്മേ തളർന്നിടുമ്പോൾ അരികിൽ നീ വന്ന, തൃക്കൈകളാൽ എന്റെ ജീവനെടുത്തു നീ റൂഹായ കുരിശിൽ ചേർക്കണമേ. വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ, കുരിശിൽ പൊളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനെ. വാതിൽ തുറക്കൂ നീ കാലമേ. നമുക്കും സ്നേഹത്തിന്റെ വാതിലുകൾ തുറക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അടുത്തത് ഒരു കഥയുമായി വരുന്നു നമ്മുടെ പ്രിയ മോഹൻദാസ് സാർ. എല്ലാവർക്കും നമസ്കാരം. ഒരു ചെറിയൊരു സംഭവമാണ് ഒരാളുടെ ജീവിതത്തിൽ നടന്നതാണ്. ഒരു 150 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നത്
കുതിരവണ്ടിയാണ്. ഒരു ബാലൻ ദിവസവും സ്കൂളിലേക്ക് പോകുന്നത് ഒരു കുതിരവണ്ടിയിലായിരുന്നു. ആ കുതിരവണ്ടിക്കാരൻ കുതിരയെ തെളിക്കുന്നത് അവൻ വളരെ കൗതുകത്തോടെ നോക്കുമായിരുന്നു. അങ്ങനെ രാജ്ഞിയും അങ്ങയുടെ അനുസരണയ്ക്ക് അനുസരിച്ച് കുതിര പോകുന്നതൊക്കെ അവന് വളരെ നന്നായി ഇഷ്ടപ്പെട്ടു. അവൻ മനസ്സിൽ കുറിച്ചു ഇട്ടു, ഞാൻ വലുതാവുമ്പോൾ എനിക്ക് ഇതേപോലൊരു കുതിരവണ്ടിക്കാരനാകണം. ഒരു ദിവസം ക്ലാസ്സിൽ ടീച്ചർ ചോദിച്ചു, കുട്ടികളെ, നിങ്ങൾ വളർന്നു വലുതാകുമ്പോൾ നിങ്ങൾക്ക് എന്താകണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം? ഓരോ കുട്ടികളും പറഞ്ഞു, എനിക്ക് ഡോക്ടറാകണം, എനിക്ക് എഞ്ചിനീയർ ആകണം, എനിക്ക് അധ്യാപകനാകണം. ഇങ്ങനെ ഓരോരുത്തരും പറഞ്ഞു. ആ ബാലൻ പറഞ്ഞു, എനിക്ക് ഒരു കുതിരവണ്ടിക്കാരനാകണം. വളരെ ഉത്സാഹത്തോടു കൂടിയാണ് അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞു നിർത്തിയതും കുട്ടികൾ എല്ലാവരും ആർത്ത് ചിരിച്ചു. ടീച്ചർ പരിഹാസത്തോടെ ഒന്ന് നോക്കിയിട്ട് അവിടെ ഇരിക്കെ എന്ന് പറയുകയും ചെയ്തു. വളരെ ഉത്സാഹത്തോടുകൂടി അവൻ മറുപടി പറഞ്ഞെങ്കിലും മറ്റുള്ളവരുടെ പ്രതികരണം അവന് വിഷമത്തിലാക്കി. ആ സോഹമോഹനായി വീട്ടിലേക്ക് മടങ്ങിയെത്തി. അവൻ്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ട് അമ്മ ചോദിച്ചു, എന്താ നീ വല്ലാണ്ടിരിക്കുന്നേ? അവൻ ക്ലാസ്സിൽ നടന്ന കാര്യം പറഞ്ഞു. ആ അമ്മ അവനോട് ദേഷ്യപ്പെട്ടില്ല. എന്നിട്ട് അവനോട് തിരക്കി, ആയിക്കോട്ടെ, നീ എന്തിനാണ് കുതിരവണ്ടിക്കാരനാകണമെന്ന് ആഗ്രഹിച്ചത്? അതിന്റെ കാരണമല്ല. അവൻ പറഞ്ഞു, അമ്മ, ഞാൻ ദിവസവും ആ കുതിരവണ്ടിയിൽ പോകുമ്പോൾ ആ കുതിരവണ്ടിക്കാരൻ്റെ ആ ബിരുദം എനിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. കുതിരയോടുള്ള ആ പെരുമാറ്റവും അവൻ ആ വണ്ടി ഓട്ടിക്കുന്ന രീതിയൊക്കെ എൻ്റെ മനസ്സിൽ എനിക്ക് ഒരു ഉന്മേഷം തരുന്നുണ്ട്. എനിക്ക് അതുപോലെ ആകണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി. അവൻ്റെ അമ്മ പറഞ്ഞു, സാരമില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിനുള്ളിൽ ചെന്ന് ഒരു ചിത്രം എടുത്തുകൊണ്ട് വന്നു. മഹാഭാരതത്തിലെ അർജുനന്റെ തേരാളിയായി കൃഷ്ണൻ ഇരിക്കുന്ന ഒരു ഫോട്ടോ. കൃഷ്ണനാണ് കുതിരയെ, കുതിര പൂട്ടിയ തേരിനെ തെളിയിക്കുന്നത്. അവൻ പറഞ്ഞു, നീ തേരാളി ആയിക്കോ, കുതിരയെ ഓട്ടിക്കുന്ന തേരാളി ആയിക്കോളൂ, പക്ഷെ ഇങ്ങനത്തെ കൃഷ്ണനെ പോലെയുള്ള ഒരു തേരാളി ആയിരിക്കണം എന്ന് അവനെ ഉത്സാഹത്തോടെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. ആ ബാലനാണ് ഇക്കാലത്ത് ലോകമെമ്പാടും ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ച വിവേകാനന്ദൻ. വിവേകാനന്ദന്റെ ജന്മദിനമാണ് ജനുവരി 12. ഇന്ത്യയിലെ നാഷണൽ യൂത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നു. ആ 1863 ജനുവരി 12 ജനിച്ച വിവേകാനന്ദന്റെ ഓർമ്മയ്ക്കായിട്ട് ദിനത്തിൽ ഞാനിത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ചെറുതെങ്കിലും മനോഹരമായി കഥ കേട്ടിട്ട് വളരെ പ്രചോദനാത്മകമായ ഒരു കഥയായിരുന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അടുത്തത് ഒരു മെയിൽസ് സിംഗർ നമ്മുടെ രവീന്ദ്രനാഥ് സാറിനെ വിളിക്കുന്നു ഒരു ക്രിസ്മസ് സോങ്ങിനായി. രവിയേട്ട, പ്ലീസ് കം. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സാർ. ക്രിസ്മസ് കഴിഞ്ഞു പോയെങ്കിലും ഒരു പാട്ടിലൂടെ വീണ്ടും ക്രിസ്മസിനെ നമുക്ക് ഓർക്കാം. പുതിയൊരു പുലരി വിടർന്നു മഞ്ഞിൽ, പുതിയൊരു ഗാനമുയർന്നൊഴുകി. പുതിയൊരു പുലരി വിടർന്നു മഞ്ഞിൽ, പുതിയൊരു ഗാനമുയർന്നൊഴുകി. ഇന്നല്ലോ വിണ്ണിന്റെ നാഥനി മണ്ണിൽ പിറന്നൊരു മംഗളസുദിനം.
പിറന്നൊരു മംഗള സുദിനം. പുതിയൊരു പുലരി വിടർന്നു മഞ്ഞിൽ, പുതിയൊരു ഗാനമുയർന്നൊഴുകി. ഇന്നല്ലോ ഇന്നല്ലോ വിണ്ണിന്റെ നാഥനി മണ്ണിൽ, പിറന്നൊരു മംഗള സുദിനം, പിറന്നൊരു മംഗള സുദിനം. ആഹാഹാ 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 ആഹാഹാ. മണ്ണിന്റെ ശാപം അകറ്റിടാനായി ദൈവം തൻ സൂനുവേ നൽകിയല്ലോ. മണ്ണിന്റെ ശാപം അകറ്റിടാനായി ദൈവം തൻ സൂനുവേ നൽകിയല്ലോ. ബേത്ലഹേമിലൊരു ഗോശാല തന്നിൽ തൻ, ബേത്ലഹേമിലൊരു ഗോശാല തന്നിൽ തൻ ജാതനായി വാണിടുന്നു, ജാതനായി വാണിടുന്നു. പുതിയൊരു പുലരി വിടർന്നു മഞ്ഞിൽ, പുതിയൊരു ഗാനമുയർന്നൊഴുകി. ഇന്നല്ലോ ഇന്നല്ലോ വിണ്ണിന്റെ നാഥനി മണ്ണിൽ, പിറന്നൊരു മംഗള സുദിനം, പിറന്നൊരു മംഗള സുദിനം. മാനവർ പാടുന്ന നവ്യഗാനം മാനവരൊന്നായി പാടിടട്ടെ. മാനവർ പാടുന്ന നവ്യഗാനം മാനവരൊന്നായി പാടിടട്ടെ. അത്യുന്നതങ്ങളിൽ സ്തോത്രം മഹേശന്, അത്യുന്നതങ്ങളിൽ സ്തോത്രം മഹേശന്. പാരിൽ ശാന്തി മാനവർക്ക്, പാരിൽ ശാന്തി മാനവർക്ക്. പുതിയൊരു പുലരി വിടർന്നു മഞ്ഞിൽ, പുതിയൊരു ഗാനമുയർന്നൊഴുകി. ഇന്നല്ലോ ഇന്നല്ലോ വിണ്ണിന്റെ നാഥനി മണ്ണിൽ, പിറന്നൊരു മംഗള സുദിനം, പിറന്നൊരു മംഗള സുദിനം. ആഹാഹാ 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 ആഹാഹാ. താങ്ക് യു. പുതിയൊരു പുലരി എന്നല്ല, പുതിയൊരു വർഷം തന്നെയായിരുന്നു. അപ്പൊ ആ പുതിയ വർഷത്തിൽ എല്ലാവർക്കും പാരിൽ ശാന്തി ഉണ്ടാവാനുള്ള ആ പാട്ട് വളരെ അർത്ഥവത്തായ പാട്ടായിരുന്നു. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത ഒരു പുതിയ കഥയുമായി വരുന്നു നമ്മുടെ പ്രിയ ഹമീദാജി. ഹമീദാജി, പ്ലീസ് കം. എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. കേൾക്കാലോ? ഓക്കെ. ഈ കഥ എന്റെ സ്വന്തമല്ല, പേരറിയാത്ത നല്ലൊരു കഥാകൃത്തിയുടെ ഒരു കഥയാണ്. കോപ്പി അടിച്ചുകൊണ്ട് വന്നതാണ്. പേരറിയില്ല കഥാകാരന്റെ. നല്ലൊരു പ്രകൃതി ഭംഗിയായിട്ടുള്ള ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ കുറെ മനുഷ്യர்கள் ജീവിക്കുന്നു, കുറെ നല്ല മനുഷ്യர்கள் ജീവിക്കുന്നുണ്ട്. അതിന്റെ ആ ഗ്രാമത്തിന്റെ ഒരു വശം ഒരു കാടും മറ്റേ വശം ഒരു നദിയുമാണ്, ഒരു പുഴയാണ്. ആ കാട് കഴിഞ്ഞിട്ട് കാടിന്റെ അകത്തേക്ക് കൂടി പോകുവാണെങ്കിൽ എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന ഒരു പ്രസക്തമായ ഒരു അമ്പലം ഉണ്ട് അവിടെ. ഭയങ്കര ശക്തി വാய்ந்த ഒരു ദേവിയാണ് അവിടുത്തെ പ്രതിഷ്ഠ. അത് കാട്ടിക്കൂടി നടന്നു പോവുകയാണെങ്കിൽ എളുപ്പം എത്താം. പക്ഷെ ആ കാടിനകത്ത് ഒരു വിഷപ്പാമ്പ് ഇരിപ്പുണ്ട്. അപ്പൊ എല്ലാവർക്കും പേടിയാണ്. അത് കാരണം ആരും കാട്ടിക്കൂടി പോകാറില്ല. ഈ പുഴയും കടന്ന് ഒരുപാട് ചുറ്റിയാണ് അമ്പലത്തിൽ പോകുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ നാട്ടിലോട്ട് ഒരു സ്വാമി, ഒരു തപസി വരുന്നുണ്ട്. തപസി വന്ന് അവിടെ ഇങ്ങനെ പ്രസക്തമായ ശക്തി വാய்ந்த ഒരു അമ്പലം ഉണ്ടെന്ന് അതിന് ദർശിക്കാൻ വേണ്ടി, അമ്പലത്തിന് ദർശിക്കാൻ വേണ്ടിയാണ് തപസി വരുന്നത്. വന്നപ്പോ അവിടെ കുറച്ചുനാൾ താമസിക്കുന്നു. അപ്പൊ ഈ അമ്പലത്തിലോട്ട് പോകാൻ പോണെന്ന് പറഞ്ഞപ്പോ എല്ലാവരും പറയുന്നു നമ്മൾ പുഴയും കടന്ന് കുറെ നടന്നു വേണം പോകാനായിട്ട്. ഈ കാട്ടിക്കൂടി പോകാം. അപ്പൊ എന്താ ഈ കാട്ടിക്കൂടി പോകാത്തെ? ഇത് എളുപ്പമായിട്ട് ഇതിലെ പോകാലോ എന്ന് പറഞ്ഞപ്പോ ഇതിവിടെ ഒരു പാമ്പ് ഇരിപ്പുണ്ട് അവിടെ, അത് കാരണം പോകാൻ പേടിയാണ് എന്ന് പറയുന്നു. അത് കാരണം ഞങ്ങൾ ആരും പോകാറില്ല. അപ്പൊ തപസി പറയുന്നു സാരമല്ല ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ തപസി അങ്ങോട്ട്
പോകുമ്പോ പാമ്പ് അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്നു. പാമ്പ് തപസ്യയെ കണ്ടപ്പോ ഓടി വരണം. അപ്പൊ ഇങ്ങേര് അവരുടെ ശക്തി കൊണ്ട് പാമ്പിനെ കൺട്രോൾ ചെയ്തിട്ട് ചോദിക്കാണ്. എന്താ എല്ലാരും ചിരിക്കണേ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ചോദിക്കാണ് എന്തിനാണ് ഇങ്ങനെ പേടിപ്പിക്കാൻ. അപ്പൊ പാമ്പ് പറയണ ഇതിലെ ആരും വരാറില്ല, ഞാൻ ഇവിടെ ഒറ്റപ്പെട്ടാ ജീവിക്കണേ, ഇവിടെ ആരും വരുന്നില്ല. അപ്പൊ ഞാൻ ഒരു മനുഷ്യനെ കണ്ടപ്പോ സന്തോഷം കൊണ്ട് ഓടി വന്നതാ, അല്ലാതെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നതല്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ തപസി പറയുന്നു, നീ ഇങ്ങനെ ഓടി വരുമ്പോ നീ വിഷജന്തു അല്ലേ, നീ ഇങ്ങനെ ഓടി വരുമ്പോൾ ആൾക്കാർ പേടിക്കും, അതുകൊണ്ടാണ് ഇതിലെ ആരും വരാത്തത്. അപ്പൊ നീ അവിടെ നിന്റെ മാളത്തിൽ തന്നെ അവിടെ അങ്ങനെ മാറിയിരിക്കുകയാണെങ്കിൽ ഇതിലെ ആൾക്കാർ പോവുകയും ചെയ്യും, നിനക്ക് ഇവിടെ ആൾക്കാരുടെ പെരുമാറ്റം ഉണ്ടാവും, നിനക്ക് ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുകയും വേണ്ടാന്ന് പറയും. അപ്പൊ ഈ പാമ്പ് സമ്മതിക്കുന്നു, ശരി ഇനി ഞാൻ ആരെയും പേടിപ്പിക്കുന്നില്ല എന്നും പറഞ്ഞ് സമ്മതിച്ചു. തപസി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു, അതിലെ തന്നെ തിരിച്ചു വരികയും ചെയ്തു. അപ്പൊ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം. എങ്ങനെയാണ് അതിങ്ങനെ പോയിട്ട് വന്നതെന്ന് പറഞ്ഞപ്പം അത് ആരെയും ഉപദ്രവിക്കത്തൊന്നുമില്ല, നമ്മൾ പോയാൽ മതി, അതിലെ പോയാൽ മതി, കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് തപസി അവിടെ നിന്ന് പോയി, നാട്ടിൽ നിന്ന് പോയി. കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെ ആ തപസി ആ നാട്ടിലോട്ട് വരണം, ആ അമ്പലം ഒന്നുകൂടി ദർശിക്കാൻ വേണ്ടിയിട്ട്. വരുമ്പോ അവിടുത്തെ കാട് പകുതി കാണാണ്ടായി, ആൾക്കാരൊക്കെ താമസമായിട്ടുണ്ട്, അതിലെ എല്ലാവരും എളുപ്പം പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ തപസിക്ക് ഭയങ്കര സന്തോഷമായി, എല്ലാവരും സ്നേഹമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നു എന്നും പറഞ്ഞ് തപസി അമ്പലത്തിൽ പോകാൻ വേണ്ടി കാട്ടിക്കൂടി പോകുമ്പോ ഒരു മാളത്തില് ആ പാമ്പിനെ അന്വേഷിക്കുമ്പോ അവിടെ ഒരിടത്ത് ഇങ്ങനെ അടി കൊണ്ട് ഭയങ്കര വിഷമിച്ച് മരിക്കാറായി അവിടെ കിടക്കുക. അപ്പൊ തപസി ചോദിച്ചു എന്ത് പറ്റി എന്ന് പാമ്പിനോട് ചോദിച്ചപ്പോ പാമ്പ് പറഞ്ഞു, സ്വാമിജി പറഞ്ഞ പോലെ ആരെയും പേടിപ്പിക്കാറല്ല, ഇവിടെ ഇരിക്കുവായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ആൾക്കാരെല്ലാം ഇവിടെ വന്ന് താമസവും തുടങ്ങി, എന്നെ കണ്ടാ കല്ലെറിയും, എന്നെ ഉപദ്രവിക്കും, അപ്പൊ ഞാൻ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി മരിക്കാറായി ഇരിക്കുകയാണ്. അപ്പൊ തപസി പറഞ്ഞു, ഞാൻ തന്നോട് ആരെയും പേടിപ്പിക്കരുതെന്നേ പറഞ്ഞുള്ളൂ, തന്നെ രക്ഷിക്കാതിരിക്കണം, താൻ രക്ഷിക്കണോ, തന്നെ നഷ്ടപ്പെടുത്തണോന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നീ ചീറ്റുന്നത് നിന്റെ സ്വഭാവമാണ്, അത് നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നിനക്ക് കൊടുത്ത ഒരു കളിവാണ്. അപ്പൊ നീ നിന്റെ ബൗണ്ടറീസ് നീ സെറ്റ് ചെയ്യണം, നിനക്ക് എന്താ വേണ്ടതെന്ന് നിനക്കറിയാം, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ ചീറ്റുക, ആരെയും പക്ഷെ ഉപദ്രവിക്കരുതേ ഞാൻ പറഞ്ഞുള്ളൂ. താൻ തന്നെ നഷ്ടപ്പെടുത്തി എല്ലാവർക്കും നല്ലവരായിട്ട് അവസാനം എല്ലാവരും കൂടി നിന്നെ ചവിട്ടി മുളക്കിട്ടില്ലേ എന്നും ചോദിച്ചു. അപ്പൊ ഇതിലൊന്ന് നമ്മൾ അറിയേണ്ട കാര്യം, നമ്മളായിട്ട് ജീവിക്കുക, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത് എന്നും പറഞ്ഞിട്ട് അവർക്ക് നല്ലവരാകാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തി അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്താൽ നമ്മളെല്ലാവരും ചവിട്ടി ഒരു മൂളയ്ക്കാക്കും. സെറ്റ് യുവർ ബൗണ്ടറീസ്, നമ്മുടെ ബൗണ്ടറി നമ്മൾ ഉറപ്പിക്കുക. ഇത് കടന്ന് ആരും ഇങ്ങോട്ട് വരരുത്, അത് കടന്ന് നാണും വരത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ ജീവിച്ച് നമ്മളെ മനസ്സിലാക്കുന്നവർ നമ്മുടെ കൂടെ നിന്നാൽ മതി എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സുന്ദരവും സുഖമായിട്ട് ഇരിക്കും. നന്ദി, നമസ്കാരം. ഞാൻ 2 കഥയുമായിട്ട് വന്നു, പക്ഷെ ഒരു കഥയുടെ സമയമേ കിട്ടിയുള്ളൂ. ഒരു കഥ ഇനിയിപ്പോ എന്നെങ്കിലും പറയാം. ഒരു കഥ കൊണ്ട് തന്നെ വളരെ സുന്ദരമായ ഒരു സന്ദേശം നൽകാനിടയായി. അപ്പൊ ഈ വേലി എന്നത് വേലി ചാടാതിരിക്കാനാണ്, വേലി ചാടാനല്ല. അങ്ങനെയും കൂടെ ഒരു തോന്നൽ നമുക്ക് വരുത്താം. സ്വയം രക്ഷ ആയി ആ പാമ്പിനെ പോലെ മാളത്തിൽ ഒതുങ്ങാനല്ല, സ്റ്റാറായി തിളങ്ങാൻ തന്നെ നമുക്കാകട്ടെ. അപ്പോ ഈ പുതിയ വർഷത്തിലെ 2-3 പുതിയ ഇംഗ്ലീഷ് വാക്കുകളെ പരിചയപ്പെടുത്താനായി എത്തുന്നത് മറ്റാരുമല്ല, ശ്രീമതി റോസ് ജേക്കബ്. താങ്ക് യു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. 2026 പ്രവേശിച്ചിട്ട് ഇന്ന് എനിക്ക് 10 ദിവസം പിന്നിടുന്നു. പുതുതായി എന്തെങ്കിലും അറിവും കൂടെ നമുക്ക് ലഭിക്കാം, ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ 2-3-4 വേഴ്സിന്റെ അതൊന്ന് പരിചയപ്പെടുത്തുവാണ്. എല്ലാവർക്കും നല്ലൊരു പുതുവർഷം നേരുന്നു. നിങ്ങൾ ഒരു പക്ഷേ ഈ വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കാം, ഫ്ലോസിനോസിൻ ഫിലിപ്പിഫിക്കേഷൻ കേട്ടിട്ടുണ്ടായിരിക്കാം. ശശി തരൂര് പറഞ്ഞ ഒരു വാക്കാണ് ഫ്ലോസിനോസിൻ ഹിലിപ്പിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു കാര്യത്തെ അർഹമല്ലാതെ കണക്കാവുന്ന, അത് തിരസ്കരിക്കുക. നമുക്ക് അർഹതയല്ല എങ്കിൽ നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക, തിരസ്കരിക്കുക. ആ ഒരു വാക്കാണ് ഫ്ലോസിനോസിൻ ഹിലിപ്പിഫിക്കേഷൻ. രണ്ടാമത്തെ റിക്കാൽസ്ട്രി ട്രെൻഡ്, അതായത് നിയമങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ അത് അനുസരിക്കുകയല്ല, പുല്ലുപോലെ അത് തിരസ്കരിക്കുക. അതിനാണ് പറയുന്നത് റിക്കാൽസിട്രന്റ്. അടുത്തത്
ആൾ ഹാറ്റ് നോ ക്യാറ്റിൽ, അതും കേട്ടിട്ടുണ്ടായിരിക്കും. ആൾ ഹാറ്റ് നോ ക്യാറ്റിൽ, വാക്ക് മാത്രമേ ഉള്ളൂ, വാചകം അടിക്കും, പ്രവൃത്തിയില്ല. അങ്ങനെയുള്ള ആൾക്കാരെയാണ് അങ്ങനെ പറയുന്നത്. നമ്മുടെ ഈ ആനുകാലിക സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളായതുകൊണ്ട് പറഞ്ഞത്. അടുത്ത റെപ്ലേഷ്യസ്, അതും കേട്ടിട്ടുണ്ടായിരിക്കും. റെപ്ലേഷ്യസ്, അത്യാഗ്രഹി, ഗ്രീഡി ആയിട്ടുള്ള ഒരു വൺ വേർഡ് ആണ്. അടുത്തതും കേട്ടിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ടീ ടോട്ടലർ, അത് കേട്ടിട്ടുണ്ടായിരിക്കും. ടീ ടോട്ടലർ, അതായത് ജീവിതത്തിൽ ഒരിക്കലും മദ്യം ഉപയോഗിക്കാത്ത ആളിനെയാണ് പറയുന്നത് ടീ ടോട്ടലർ. 5 വേഴ്സാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ ഓർമ്മയിലിരിക്കുക, അത് കേൾക്കുക, മനസ്സിൽ വെക്കുക. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. അപ്പോ ഇന്ന് എന്റെ ടൈം ഷെഡ്യൂളിനുള്ളിൽ തന്നെ ഈ പ്രോഗ്രാം അവസാനിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോ തീർച്ചയായിട്ടും ഈ പങ്കെടുത്ത എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ നന്ദി പറയാനും, ഈ പ്രോഗ്രാം ഇന്ന് അവതരിപ്പിച്ചവര് എങ്ങനെയൊക്കെ അത് അവതരിപ്പിച്ചു അതിന്റെ ഒരു ഫീഡ്ബാക്ക് പറയാനും എല്ലാവർക്കും നന്ദി പറയാനുമായിട്ട് ഞാൻ മറ്റാരെയുമല്ല ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, നമ്മുടെ ആസ്ഥാന ഗായിക കൂടിയായ ശ്രീമതി ഗീത രവിയെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ആ ഒരു കാര്യത്തിനു വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പ്രിയതമ കുടുംബാംഗങ്ങളെ, എന്റെ പ്രിയപ്പെട്ട മിത്രങ്ങളെ, ആത്മമിത്രങ്ങളെ, എല്ലാവർക്കും ഈ സായന്ത്രത്തിന്റെ രാത്രിയായല്ലേ, ശുഭരാത്രി ഇപ്പോഴേ പറയുകയാണ്. സന്തോഷം, നമസ്കാരം. ഇവിടെ ജേക്കോ സാറ് നടത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ ഈ ശാന്തലയം പരിപാടി അതിഗംഭീരമായി തന്നെ ഇപ്പോഴും ടൈം ഷെഡ്യൂൾ അനുസരിച്ച് നടന്നിരിക്കുകയാണ്. അതിന് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം എല്ലാവർക്കും അത് കൃത്യമായിട്ട് അതിന്റെ ആ ഒരു പ്രോംപ്റ്റ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ അതുപോലെ വരും. തുടങ്ങാനാണെങ്കിൽ 2 മിനിറ്റ് വൈകിയെങ്കിലും 3 മിനിറ്റ് നേരത്തെ അവസാനിക്കുകയും ചെയ്തു. തുടക്കം നമ്മുടെ പ്രിയപ്പെട്ട രാമങ്കരിക്കാരിയായ ഗായിക ലൂസിയാമ്മ ചേച്ചിയുടെ പാട്ടായിരുന്നു. വളരെ തന്നാലും നാഥ തന്നിരിക്കണു നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ആ ഒരു പ്രാർത്ഥനയിലൂടെ തുടങ്ങിയ ഈ പരിപാടി നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകിക്കൊണ്ട് ഇതിങ്ങനെ ഇപ്പൊ പര്യവസാനിച്ചിരിക്കുകയാണ്. അതിനുശേഷം സിന്ധു ആരെയും വിഷമിപ്പിക്കാതെ തന്നെ എല്ലാരെയും അങ്ങോട്ട് പൊക്കി ഉയർത്തി, എന്നൊക്കെ ഇങ്ങനെ വാനോളം പൊക്കി ഡുമ്മെന്ന് ഞാൻ എത്ര വീണെനിക്ക് അറിയില്ല. അപ്പൊ അതുപോലെ എല്ലാരെയും വിഷമിപ്പിക്കാതെ വളരെ മനോഹരമായി തന്നെ, ഇത്ര കഴിവുള്ള ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്, നമ്മളൊക്കെ നോക്കണം, എല്ലാവരും മുമ്പോട്ട് വരണം. വളരെ മനോഹരമായി തന്നെ ആ ഒരു സ്വാഗത പ്രസംഗം എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് തന്നെ, എല്ലാവരും വെറുതെ അല്ല, മനസ്സിൽ നിന്ന് വന്ന വാക്കുകളാണ്. അങ്ങനെ എല്ലാവരെയും സ്വാഗതം അരുളുകയുണ്ടായി. അത് കുടുംബത്തെ, അതുപോലെ നമ്മുടെ ജേക്കോ സാറ് നമ്മുടെ ഈ കുടുംബത്തെ കുറിച്ച്, കുടുംബം ദൃഢമായി പിടിക്കാനായിട്ട് സഹകരണം, പങ്കിടൽ, ചേർത്ത് പിടിക്കൽ എന്നൊക്കെ പറയുകയുണ്ടായി. അങ്ങനെയാണ് നമ്മുടെ പുനർനവ ഇപ്പോഴും വളരെ ബോണ്ടിങ്ങോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു ഉദാഹരണം ഇരിക്കുന്നേ ഒരെണ്ണം കണ്ട, സുനിത ഇവിടെ ഉണ്ട് ഇപ്പോൾ. അപ്പൊ നമ്മുടെ പരസ്പര സഹകരണവും സ്നേഹവുമാണ് അത് ഏതൊരു സിറ്റുവേഷനെ മാറ്റിമറിക്കും. സ്നേഹം കൊണ്ട് കളയാൻ പറ്റാത്ത മുറിവൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പങ്കിടുന്ന സ്നേഹത്തെ കുറിച്ച് വിശദമായിട്ട് തന്നെ ഒരു അഡ്രസ് ചെയ്തപ്പോൾ സാർ പറയുകയുണ്ടായി. എനിക്ക് കുടിക്കണ്ട. അടുത്തത് നമുക്ക് പിന്നെ വരുന്നത് ന്യൂ ഇയർ മെസ്സേജ് തന്ന നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് സാറ് ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞു. നമ്മളൊക്കെ ഇങ്ങനെ എക്സസൈസ് ചെയ്ത് ഇങ്ങനെ കുഴയാണ്, പക്ഷെ നമ്മൾ വലിച്ചു വാരി കഴിക്കും. സാറ് പറഞ്ഞ 70% ഫുഡും 30% മാത്രമാണ് എക്സസൈസ്. അപ്പൊ നമ്മൾ ഫുഡ് വളരെ കൺട്രോൾ ചെയ്യുക, കുറച്ച് കാർബോഹൈഡ്രേറ്റ്, നിറച്ച് പ്രോട്ടീൻ, അങ്ങനെ കുറച്ച് എല്ലാം ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ നിറച്ച് ഇങ്ങനെ വെക്കണം. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഇങ്ങനെ വിറ്റമിൻ അതെല്ലാം കഴിച്ച് പ്ലേറ്റ് ഇങ്ങനെ നോക്കി തൃപ്തിയായി അങ്ങനെ കഴിക്കാനാണ് സാറ് പറയുന്നത്. നമ്മൾ വെറുതെ കുറെ വച്ചുപാരി കഴിച്ചിട്ട് കുറെ എക്സസൈസ് ചെയ്താൽ 2 സൂര്യ നമസ്കാരം കൂടുതൽ ചെയ്യാൻ നമുക്ക് ഒരു ഗുണം കിട്ടാൻ പോണില്ല. അപ്പൊ ഫുഡിൽ ശ്രദ്ധിക്കുക. സാറ് പറഞ്ഞു, സാറ് RMPയുടെ ഇത് വെച്ച് പറഞ്ഞാണ്, ഫുഡൊക്കെ നല്ലതാണ്. സാറ് പറഞ്ഞില്ല RMP അല്ല RCM. അപ്പം അതിന്റെ സാർ അങ്ങനെ പറഞ്ഞ് നമ്മളത് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഫുഡും ഇപ്പോഴത്തെ പണ്ടൊക്കെ നമ്മൾ പറയും എന്തും കഴിക്കും എന്നൊക്കെ പറയും, പക്ഷെ അതല്ല. അപ്പൊ അവർക്ക് ശരീരത്തിന് ആരോഗ്യം, എന്താ പറയാ, എക്സസൈസ് ഉണ്ടായിരുന്നു. അവര് തുണി അലക്കും,
നമ്മളെപ്പോ ഇങ്ങനെ കറക്കും, എന്താ അറിയാ, തുണി ഇറക്കുന്നതിന് പകരമാണ് ഈ കറക്കുന്നത്. 2 തുണി എടുത്ത് അടിച്ചാൽ ഈ എക്സസൈസ് ആയി. പക്ഷെ അത് നമ്മൾ എക്സസൈസ് കുറവായതുകൊണ്ടാണ് നമുക്ക് ആഹാരം കൂടുതൽ കഴിക്കുന്നതിന് പ്രശ്നം വരുന്നത്. അത് നല്ലോണം മിതമായ ആഹാരവും കൂടുതൽ എക്സസൈസ് ചെയ്താൽ നമ്മുടെ ആരോഗ്യം ഭേദപ്പെടും. സാറ് പറഞ്ഞു നല്ലൊരു അറിവ്. പിന്നെ നമ്മുടെ അരുൺജിയുടെ ക്രിസ്മസ് ഗാനം വളരെ നന്നായിട്ട് പാടി. അതുപോലെ അമ്പുവിന്റെ കഥ സ്നേഹം, ചിന്തിപ്പിക്കുന്ന കഥയായിരുന്നു കേട്ടോ. സ്നേഹം, സോപ്പയുടെ കഥ. നമുക്ക് ആ കുഞ്ഞിന്റെ പെടലി ഇങ്ങനെ പിടയ്ക്കുന്നതിലേക്ക് നമുക്ക് വളരെ സങ്കടം തോന്നി. ആ ഭാരം തോന്നി ആ കൊച്ചു അവിടെ കയറി പോകുന്ന നോക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടം ഇപ്പോഴും ഫീൽ ചെയ്യുന്ന ടച്ചിങ് സ്റ്റോറി ആയിരുന്നു. പിന്നെ അതാണ് അംബികാജി കഴിഞ്ഞപ്പോൾ നമ്മുടെ വത്സൻ മാഷിന്റെ, ഞാനിതിപ്പോ ഓർത്തു, എന്നെ താങ്ക്സ് അനിത. ഞാൻ പണ്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാനിവിടെ സോഷ്യലിൽ പാടിയ പാട്ടാണ് കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ. വളരെ ഹൃദയം തട്ടുന്ന ഒരു എന്താ പറയാ, കുറെയൊക്കെ മിസ്സിങ്, എന്തൊക്കെയോ മിസ് ചെയ്യുന്ന ഫീലിംഗ് ആണ്. നല്ലോണം പാടി, നല്ല പാട്ടായിരുന്നു. പിന്നെ ഏതാണ് നിസ, വാതിൽ തുറക്കുമി താരമേ. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം തന്നെ വാതിൽ തുറന്നു, അനുഗ്രഹങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. വളരെ മനോഹരമായിട്ട് നിസ പാടി. പിന്നെ ഞാൻ എല്ലാവർക്കും ഒന്നിച്ച് പറയാം കേട്ടാ, ഓരോരുത്തർക്കും നന്ദി പറയുന്നത് എല്ലാവർക്കും കൂടെ പറയാം. പിന്നെ സാറിന്റെ കഥ, വിവേകാനന്ദ സ്വാമിയുടെ കുട്ടിക്കാലം, വളരെ നല്ല ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ആരാണ്, പിന്നെ നമ്മുടെ സ്വന്തം രവിയേട്ടന്റെ പുതിയ പുല്ലരി തുറന്നു, യാത്രയിൽ പുല്ലരിയായിട്ട് വന്നു, വളരെ ഭംഗിയായിട്ട് പാടി. പിന്നെ നമ്മുടെ ഹമീദാജിയുടെ എന്ത് രസമായിരുന്നു കേൾക്കാൻ. ഈശ്വരാം വളരെ പേടിച്ചു പോയി. ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനൊക്കെ പറയുമോന്ന് പേടിയായിരുന്നു. വളരെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രീതിയിൽ പറഞ്ഞു, വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. അതിലൂടെ പാവം പാമ്പ് പക്ഷെ ഉണ്ടല്ലോ, നല്ലൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. നമ്മൾ സ്വയം രക്ഷിക്കും, നമ്മൾ മാത്രമേ ഉള്ളൂ. ആരുടെ ഒരുവന്റെയും വാക്കുകൾ നമുക്ക് രക്ഷിക്കില്ല. നമ്മൾ നമ്മളെ രക്ഷിക്കണം. അതായത് അങ്ങനെ പോകുമ്പോഴും ഇങ്ങനെ പോകുമ്പോഴും നോക്കിക്കാണുന്ന കാര്യമില്ല. നമ്മൾ നമ്മൾക്ക് വേണ്ടി തന്നെ നമ്മൾ ഇടപെടണം. മറ്റുള്ളവരുടെ വാക്കുകളൊന്നും നമ്മൾ ചെവിക്കൊള്ളാൻ പാടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല കഥയായിരുന്നു. എനിക്ക് അതിന്റെ ഈണവും താളവും ഒക്കെ വളരെ ചിരിച്ച് ഇങ്ങനെ ഫ്ലോ ആയിരുന്നു. നല്ല രസമായിട്ട് അവതരിപ്പിച്ചു. കീപ്പിറ്റ് ഇനിയും വലിയ കഥകളുമായിട്ട് കേട്ടോ, വളരെ ഭംഗിയായിട്ട്. ഹമീദ് മൊഞ്ചത്തിയെ പോലെ തന്നെ മൊഞ്ചുള്ള കഥ. ഓക്കെ, എന്റെ പൊന്നു റോസക്കുട്ടി, എനിക്കെന്നെ ആ വാക്കുകളൊക്കെ ഒന്ന് ഗ്രൂപ്പിലിടണേ. ഒന്നും മനസ്സിലായി കേട്ടിട്ടുണ്ട്, 1-2 റിപ്ലൈ അതൊക്കെ കേട്ടിട്ടുണ്ട്. ബാക്കി വായി വരുന്നില്ല, എനിക്ക് നാക്ക് കൊടുക്കുന്നു. അപ്പൊ ആ വാക്കുകള് ഒന്നെല്ലാം ഗ്രൂപ്പിലിട്ട് എല്ലാവർക്കും ഉപകാരമായിരുന്നു. അതെഴുതി, പക്ഷെ നമുക്ക് എല്ലാവർക്കും എഴുതി വെച്ച് ഞാൻ പഠിക്കും. അത്രയ്ക്കായ. അപ്പൊ അതിന്റെ വളരെ മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചു. അതോടുകൂടിയാണ് നമ്മുടെ പരിപാടി. പിന്നെ ഞാനാ വന്നത്, എനിക്ക് ഞാൻ തന്നെ പറയുന്നത് മോശമല്ലേ. അപ്പൊ ഇതുവരെ എല്ലാ പരിപാടികളും അവതരിപ്പിച്ച് എല്ലാവരും, എന്റെ സഹോദരങ്ങളെ, ആത്മമിത്രങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും ഈ ഗ്രൂപ്പിന് വേണ്ടി അവതരിപ്പിച്ച വിഷയങ്ങളും കഥകളും കവിതകളും എല്ലാം വളരെ 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 മനോഹരമായ മനസ്സിന് ഇന്നൊരു മനസ്സ് നിറഞ്ഞ ദിവസം കൂടെയാണ്. നമ്പു ഉണ്ടായിരുന്നു ഇവിടെ, സുനിത ഉണ്ടായിരുന്നു. എന്തൊക്കെയോ ഞാൻ പറഞ്ഞില്ലേ, എന്തൊക്കെയോ ഐസൊക്കെ അലിഞ്ഞു പോയ ദിവസം. വളരെ മനസമാധാനമാണ്. നമ്മുടെ സ്നേഹം ഉള്ളപ്പോഴാണ് നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാകുന്നത്. എന്തെങ്കിലും ഒരു കരട്, ഇപ്പൊ കാരസ്കരത്തിൻ ഒരു ഭാര്യവിട്ടാൽ കലാന്തരയെ കൈപ്പുറത്തുണ്ടെന്ന് പറയുന്ന പോലെ, എന്തെങ്കിലും ഒരു കല്ല് വീണാൽ നമുക്കതൊരു വിഷമമാണ്. എല്ലാവരും ഒരുപോലെ ഒറ്റക്കെട്ടായിട്ട് പോകുക എന്നുള്ളൊരു ആപ്തവാക്യം ഉന്നയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഈ ഒരു വർഷം വളരെ മനോഹരമാവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും നന്മകൾ മാത്രം ഭവിക്കട്ടെ. താങ്ക് യു. ഓം ശാന്തി. ഓം ശാന്തി മാറ്റി